പറഞ്ഞു വെക്കോ. അത് ശരി, ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചു നിങ്ങള്. ആ പുറത്ത് നോക്കിക്കേ, എന്തോരം വെയിലുണ്ട്. ആ തേങ്ങൊക്കെ ഒന്ന് കൊത്തി പൊളിച്ചിട്ടിട്ടോ ഒന്ന് ഉണക്കിക്കൂടെ? ഞാൻ കുടുംബശ്രീ പോയി വരുമ്പത്തിനെ ഒക്കെ ചെയ്ത് വെച്ചോണ്ട്. പെണ്ണുങ്ങൾ നമ്മളിങ്ങനെ തലങ്ങും വിലം കെട്ട് ഇങ്ങനെ കള്ളിപ്പിക്കാൻ നോക്കും. വിട്ടുകൊടുക്കരുത്. മനുഷ്യരിവിടെ ഒരു ദിവസം ലീവ് എടുത്തപ്പോൾ ഓൾക്ക് തരാനില്ലാത്ത പണികളില്ല. ആളുകളെ പോലെ പട്ടിപ്പണി എടുപ്പിക്കാറുണ്ട്. കുടുംബത്തിൽ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആർക്കും ഒരു വിലയില്ല. അല്ല നിഖിലേട്ടനാ കേട്ടാ. ഞാൻ എങ്ങോട്ടാന്നാ അനക്കിതൊന്നും പോരല്ലേ പണി എടുപ്പിച്ചിട്ട്. ഞാൻ എൻ്റെ ഓഫീസിൽ പോവുക. അവിടേക്ക് ഇതിനേക്കാളും എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. എന്തൊരു നോക്കി പഠിപ്പിക്കണേ. ബാക്കി ഞാൻ വന്നിട്ട് കാണിച്ചു തരാട്ടാ. അയാളെ കണ്ടിട്ട് നിങ്ങൾ നടക്കാൻ നിൽക്കണ്ട. എടീ എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. എനിക്കതിൻ്റെ ഒരാളുടെ ഉപദേശം വേണ്ട. മനസ്സിലാണെങ്കിൽ ഒരടിയും കൂടി മുന്നോട്ട് വെച്ചാണ്ടല്ലോ. വെക്കരുത് പറഞ്ഞു വെക്കോ. അമ്മു കത്തി കൊത്തിയിൽ കുത്തു. ഞാൻ നിങ്ങളോട് ഇന്നൊന്ന് പണിയെടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വലിയ കണ്ണല്ലേ. ദിവസം മുഴുവൻ എടുത്ത പണി മുഴുവൻ എടുത്തിട്ട് പിന്നെ ജോലിക്ക് പോരാണ്ട കുട്ടീനെ കുടുംബം നോക്കി എടുത്തിട്ട് കുറ്റം മുഴിച്ച് നമ്മളെ കൂട്ടുകാരെ കൂടെ ഉണ്ടാകുമ്പോഴേ നിങ്ങൾ എന്താ പറയല്? ഞാൻ സമാധാനം തരയില്ലേ. എന്ത് സമാധാനം നിങ്ങൾക്ക് തരാത്തത്? എന്തായാലും നിങ്ങൾ എന്ത് കുറ്റം പറയും. അങ്ങനെയാണെങ്കിലേ ഈ കുടുംബത്തെ പണി മൊത്തം എടുത്തിട്ടാണ് പോയാൽ മതി. നിങ്ങൾക്ക് വേണമല്ലോ അതൊക്കെ ഒന്ന് അറിയാന്. അമ്മു അല്ല കുമ്മു. അപ്പുറത്തെ വീട്ടിലെ തന്തനും കൂടി ഒന്ന് വിടുന്നു. കത്തി താടാൻ